ഹലോ ഗായ്സ്, രാവിലെ തന്നെ പച്ച ഉടുപ്പും വള്ളി പൊട്ടി തൊപ്പിയൊക്കെ വെച്ച് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. രാവിലെ എനിക്ക് എൻ്റെ നാത്തൂൻ്റെ ഓഫീസിലേക്കൊന്ന് പോകണം. പുള്ളിക്കാരിയും കൂട്ടി എനിക്കൊരു വഴിക്ക് പോകാനുണ്ട്. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് എത്തി. എന്നെ കണ്ടതും വിനീത ചടപടാന്ന് ജോലിയൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം എൻ്റെ ഒപ്പം പോരാനായിട്ട് റെഡി ആയിട്ട് നിന്ന്. ഞങ്ങൾ വേറെ അങ്ങോട്ടും അല്ല പോകുന്നത്. പുള്ളിക്കാരി പൂച്ചയൊന്ന് മാന്തിയത്, അതിനുള്ള വാക്സിൻ എടുക്കാൻ പോവുകയാണേ. പേർഷ്യൻ ക്യാറ്റാണ് മാന്തിയത് എടുത്ത് പറയണമെന്ന് എന്നോട് പറഞ്ഞത്. പേർഷ്യൻ ക്യാറ്റ് കടിച്ചാൽ പേർഷ്യയിൽ പോയിട്ടാണോ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തി ഡോക്ടറെ കണ്ടത്. ഇപ്പോൾ സെക്കൻഡ് ഡോസാണ്. ഫസ്റ്റ് ഡോസ് ഞങ്ങൾ ക്യാഷ്വാലിറ്റി പോയി എടുത്തായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോഴും പൂച്ച ജീവനോടെ ഇരിക്കുന്ന അത്ഭുതത്തോടു കൂടി പുള്ളി ഞങ്ങൾക്ക് മരുന്നൊക്കെ എഴുതി തന്നു കേട്ടോ. ഞങ്ങൾ നേരെ ഇഞ്ചക്ഷൻ റൂമിലെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം ഒരു കൂട്ടം നേഴ്സുമാർ ചേർന്ന് അവിടെ പുള്ളിക്കാരിക്കുള്ള മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഘം ചേർന്നുള്ള ആക്രമണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ മുഖത്തേക്കൊന്ന് നോക്കൂ. പേടിച്ച് വിറച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തെ അകത്ത് കുത്ത് നടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് കുത്ത് നടക്കുന്നു കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളെ കാണുന്നില്ല. ഭയങ്കര കുത്താണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത്. കുത്തോട് കുത്താണ്. കുത്തി അവസാനം ഇതൊരു കുത്തപ്പിനറായിട്ട് പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരി വലിയ ധീരതയ്ക്കുള്ള അവാർഡൊക്കെ വാങ്ങിക്കൊണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഈ ഒരു കുത്തിൻ്റെ ഈ ഒരു രോദനം ഞാൻ കുറച്ച് ദിവസം ഞാനിങ്ങനെ കേൾക്കണം. എന്തായാലും ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.